പ്രിയമുള്ളവരെ, ഇന്ന് PLT വ്ളോഗ്സിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഈ ചാനലിലൂടെ തന്നെ ഞാൻ പലപ്പോഴായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തിയ എൻ്റെ ഒരു പ്രിയ സുഹൃത്തും എൻ്റെ നാട്ടുകാരനായിരിക്കുന്ന ഒരു കുരിക്കളുണ്ട്, മലബാർ സംകുരിക്കളുടെ മകൻ അബ്ദുൾ റഷീദ് കുരിക്കൾ. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ പുതിയ കുറേ കാര്യങ്ങളിവിടെ വരുന്നുണ്ട്. അത് പൊതുസമൂഹത്തിന് ഒത്തിരി ഉപകാരപ്രദമാകുന്ന കുറേ കാര്യങ്ങളുണ്ട് എന്നൊരു തിരിച്ചറിവ് തന്നെയാണ് ഈ വീഡിയോക്ക് പ്രചോദനം. അപ്പോൾ എന്തായാലും കുരിക്കൾ എൻ്റെ അടുത്തുണ്ട്. നമുക്ക് കുരിക്കളെയും കൂടി കൂട്ടിയിട്ടാകാം ഇനി നിങ്ങളോടുള്ള സംസാരം. ഋഷിയാക വരി. അപ്പോൾ ഈ മുഖം നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. അബ്ദുറഹ്മാൻ കുരിക്കൾ എന്ന് പറയും. അവരെ കുറച്ച് ഔഷധ ചെടികളെ പരിചയപ്പെടുത്തുന്നതും തൈല നിർമ്മാണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടെ. അപ്പോൾ തന്നെ പുതിയൊരു പദ്ധതിയായിട്ട് ആയുഷ് ഭദ്ര അല്ലേ, ആയുഷ് ഭദ്ര എന്താ പറയുക, വെൽനസ് സെന്റർ അതിരുമട എന്ന് പറഞ്ഞാൽ ഞാൻ അതിൻ്റെ ഒരു ഫ്രെയിം കാണിക്കുന്നത്. നമ്മളെ പുത്തനത്താണിയിൽ നിന്നും കോട്ടക്കൽ പോകുന്ന റൂട്ടിൽ പുത്തനത്താണി കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്ന മെയിൻ സ്റ്റോപ്പാണ് ശരിക്കും അതിരുമട. അപ്പോൾ ഈ അതിരുമട ഏകദേശം ഈ ഇവിടെ സൗപർണിക അവരെ PSC ആർക്കേഡ് ഇങ്ങനെയൊക്കെയുള്ള സംഭവം ഉണ്ട്. അതിൻ്റെ അവിടെ നേരെ ഓപ്പോസിറ്റ് റോഡാണല്ലേ, നേരെ ഓപ്പോസിറ്റ്. ജസ്റ്റ് അതിരുമട ഹൈവേ നോക്കിയാൽ കാണാൻ പറ്റും ഈ സെന്റർ, ഇവിടെ സ്ഥാപനം. അപ്പോൾ എന്തായാലും ഇതൊന്നല്ല നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. ഈ ഒരു സ്ഥാപനത്തെ നിങ്ങൾ അറിയേണ്ടതുണ്ട്. കാര്യം നമ്മളോട് വന്നിട്ട് ഒന്ന് രണ്ട് ഒരു വീട് ഞാൻ ഓൾറെഡി എൻ്റെ മറ്റൊരു ചാനൽ KLP വില്ലേജ് ബ്ലോഗ്സിൽ ഇട്ടിട്ടുണ്ട്. നമ്മൾ ആനന്ദേട്ടൻ്റെ അദ്ദേഹത്തെ കൊണ്ടുവരുന്നതും ആംബുലൻസിൽ വന്ന സ്ട്രെച്ചറിൽ വന്ന ആ മനുഷ്യൻ തിരിച്ചുവിടുന്ന് പോകുന്നത് സ്വന്തമായിട്ട് നടന്ന ഓട്ടോയിൽ കയറിയിട്ടാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ എന്നോട് പങ്കുവച്ചു. ഈ വീഡിയോയിലൂടെ അതുപോലത്തെ ഒത്തിരി അനുഭവ സംഭവങ്ങൾ ഇവിടെ വന്ന ട്രീറ്റ്മെന്റ് നേടിയ ആളുകൾ കിട്ടിയ ഗുണങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർ മനസ്സ് തുറന്ന് സംസാരിക്കുന്ന പ്രശ്നം. അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കാര്യമായിട്ടൊന്ന് പരിചയപ്പെടുത്തുന്നു. നമ്മൾ ഡോക്ടറെ പരിചയപ്പെടുത്തുന്നുണ്ട്, നിങ്ങളായിട്ടുള്ളൊരു സംസാരം. അപ്പോൾ മെയിനായിട്ട് ആ ഡോക്ടർ പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ രണ്ടാമത്തെ മറ്റൊരു അനുഭവസ്ഥനായിരിക്കുന്ന ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനായിരിക്കുന്ന സുബൈർ കാസിം, നമ്മളെ തിരൂരുള്ള അദ്ദേഹം നല്ലൊരു അദ്ദേഹം എന്നോട് ഇങ്ങോട്ട് പറഞ്ഞതാണ്, നിങ്ങൾ ആൾ കണ്ട അത്തരം ഉപകാരപ്രദമാകുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അത്തരം ട്രീറ്റ്മെന്റുകൾ അത്തരം കാര്യങ്ങൾ തേടുന്ന ആളുകളുണ്ടാവും. ആളുകളിലേക്ക് ഇത് എത്തിക്കേണ്ടത് നിങ്ങളെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ശരി, അതുകൊണ്ട് നമ്മുടെ സുബൈർ കാസിം പറഞ്ഞ പോലെ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് പൊതുസമൂഹത്തിന് ആർക്കും ഇങ്ങനെയൊക്കെ ഉപകാരപ്രദമാകും എന്നൊരു തിരിച്ചറിവ് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് മാന്യപ്രേക്ഷകർക്ക് മുമ്പ് കടന്നു വന്നിട്ടുള്ളത്. ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാനുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ തേടുന്നവരാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെ ഒത്തിരി ഉപകാരപ്രദമാകുന്ന കാര്യങ്ങളുണ്ട്. ഒരു പുതിയ ട്രീറ്റ്മെന്റ് രീതിയാണല്ലോ, പുതിയ ട്രീറ്റ്മെന്റ് എല്ലാണക്കും മർമ്മ പച്ചില കൊണ്ടുള്ള ട്രീറ്റ്മെന്റ് ആണ്. അതിന്റെ ഒരു ക്യാമ്പ് വരുന്നുണ്ട്. ക്യാമ്പ് എന്നാ വെക്കുന്നത് 15-ാം തീയതി. അപ്പൊ എന്തായാലും 15-ാം തീയതി, അടുത്ത മാസം 15-ാം തീയതിയാണ് ആ ക്യാമ്പ് വരുന്നത്. ആ ക്യാമ്പിലൂടെ ആ ട്രീറ്റ്മെന്റിനെ മുഴുവൻ ആളുകൾക്ക് പരിചയപ്പെടാൻ നിങ്ങളുടെ അവസരം ഇരിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും തുടർന്നുള്ള സംസാരത്തിലൂടെ നമ്മൾ ഇവരായിട്ട് ബന്ധപ്പെടാനുള്ള കോൺടാക്ട് നമ്പറൊക്കെ ഞാൻ സ്ക്രീനിൽ തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിലൂടെ വന്നാൽ മതി. അതിനുള്ള ഉത്തരങ്ങളായിട്ട് നമ്മൾ കടന്നു വരാം. അപ്പൊ റൂട്ട് ഏകദേശം ഒന്നും കൂടി പറയാണ്. നമ്മളെ പുത്തനത്താണിയിൽ നിന്ന്, മലപ്പുറം ജില്ലയിലെ പുത്തനത്താണിയിൽ നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് കോട്ടയം ഭാഗത്തേക്ക് പോകുന്ന ഹൈവേ റൂട്ടിന്റെ വക്കിൽ അതിരുമട സ്റ്റോപ്പ് സൗപർണിക 1 കിലോമീറ്റർ. അതെ, പുത്തനത്താണിന്ന് കറക്റ്റ് കോട്ടയം റൂട്ടിൽ 1 കിലോമീറ്റർ ആണുള്ളത്. സെയിം സൈഡ് കൂടെ തന്നെയാണല്ലോ അല്ലേ, നേരെ അങ്ങോട്ട് കട്ട് ചെയ്യുക. പുത്തനാക്കുന്ന വരികയാണെങ്കിൽ സെയിം സൈഡ് കൂടെ, മറ്റേതാണെങ്കിൽ റൗണ്ട് ചെയ്ത് വരണം കോട്ടയം ഇങ്ങോട്ട് വരികയാണെങ്കിൽ. അപ്പോൾ 1 കിലോമീറ്റർ എന്ന് പോയാൽ നോക്കിയാൽ കാണുന്ന ദൂരത്താണ് ഈ സ്ഥാപനം മറിക്കുന്ന വാഹനങ്ങൾ കടന്നു വരാനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒത്തിരി വിശേഷങ്ങൾ മാന്യപ്രേക്ഷകർക്ക് ഈ വീഡിയോയിലൂടെ ഉണ്ടാവും. ഇത് നിങ്ങൾക്കൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിരിക്കും. ഒരു പക്ഷേ ഇങ്ങനെയുള്ള ഒരു ട്രീറ്റ്മെന്റ് രീതി ഞാൻ അതുവരെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, ആരുടെത്തില്ല. അപൂർവമുള്ള ഒരു പുതിയ ട്രീറ്റ്മെന്റ് രീതികളാണ്. ആ ട്രീറ്റ്മെന്റ് ചുമ്മാ നിങ്ങൾ മുമ്പിൽ പറയല്ല, അനുഭവസ്ഥരായിരിക്കുന്ന ആളുകൾക്കുണ്ടായ അവരുടെ മനസ്സ് തുറന്നുള്ള അനുഭവം നിങ്ങളുടെ മുമ്പിൽ, പ്രേക്ഷകരുടെ മുമ്പിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു വീഡിയോ ആയിട്ട് നിങ്ങളെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. എന്നാലും വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായ നിർദ്ദേശങ്ങൾ അറിയിക്കാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായ ഒരു ലൈക്ക് സമ്മാനമായി നൽകാനും കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മോട് സഹകരിക്കണം. നിങ്ങൾ ഷെയർ ചെയ്തിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നിൽക്കുക. പിന്നെന്താണ്, 15-ാം തീയതി ഡോക്ടർമാരുണ്ടാവും. ആയുർവേദ ഡോക്ടർമാർ, യുനാനി ഡോക്ടർമാരൊക്കെ ഉണ്ടാവും. ആയുർവേദ ഡോക്ടർമാര്, യുനാനി ഡോക്ടർമാര് ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാവരും പങ്കെടുക്കുന്നു. അവര് സ്ഥാപനത്തിലെ ഡോക്ടർമാർ തന്നെയാണ്. ഒക്കെ സ്ഥാപനത്തിലെ ഡോക്ടർമാരാണ്. അവരുടെ നിർദ്ദേശപ്രകാരമാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. കാര്യങ്ങളൊക്കെ. അപ്പൊ ഇവിടെ ഇതിന്റെ ബാക്കിൽ അവർ ആയുർവേദ വിങ്ങിൽ പ്രവർത്തിക്കുന്ന ഒത്തിരി ഡോക്ടർമാരുടെ എല്ലാം കൂടി നിർദ്ദേശങ്ങൾ അനുസരിച്ച് എല്ലാവരും കോർഡിനേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പരിപാടിയാണ് വരുന്നത്. അപ്പൊ ആ ക്യാമ്പിൽ വരുമ്പോൾ ഇന്ന കാര്യങ്ങൾ കിട്ടും. ബാക്കിയൊക്കെ നമുക്ക് തുടർന്ന് വീഡിയോയിലൂടെ കാണാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ പുതിയ വീഡിയോ കാഴ്ചയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് ഊഷ്മളമായ സ്വാഗതം. അടുത്തതായിട്ട് ഡോക്ടറെ പേരൊന്ന് പറഞ്ഞോളൂ. പേര് ഡോക്ടർ ഫാത്തിമ ലുബാബ്. ഓക്കെ, ഇവിടെ സർവീസ് തുടങ്ങിയിട്ട് എത്രയായിട്ടുണ്ടോ? ഞാനിപ്പോ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് മുതൽ ഇവിടെ ഉണ്ട്. സ്റ്റാർട്ടിങ് മുതൽ ഇവിടെ തന്നെയാണ്. അപ്പോൾ നിങ്ങളൊരു ക്യാമ്പൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്, വീട്ടിലതിനെ പറ്റി വിശദമായിട്ട് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ സമൂഹം നേരിടുന്ന, ഞാൻ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്ന കൂടുതൽ ആളുകളുടെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് കാൽമുട്ട് തേയ്മാനം, ഊരവേദന.
ഏറ്റവും കൂടുതൽ ആളുകളെ പിടിവിടുന്ന ഒരു പ്രശ്നം. പിന്നെ നിങ്ങൾ പറഞ്ഞ അടുത്തൊരു കാര്യം എന്താ വെച്ചാൽ നമ്മളെ ഈ ഷോക്കൊക്കെ സംഭവിച്ചിട്ടുള്ള ഓരോ ഭാഗം തളർന്നു പോകുന്ന അവസ്ഥ, ഇതൊക്കെ നമ്മുടെ സമൂഹം നിരന്തരമായിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ്. അപ്പൊ അത്തരം പ്രശ്നങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കും എന്നതിനെ കുറിച്ച് ഇങ്ങനെ ആളുകൾ നിരന്തരമായിട്ട് പല പല ചികിത്സാ രീതികളും എന്ത് ചെയ്യണം, അവർ തേടിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇവിടെ ഞാൻ കയറി വന്നപ്പോൾ എനിക്ക് സത്യത്തിൽ ഇതൊരു വീഡിയോ ആയിട്ട് സമൂഹത്തിലേക്ക് എത്തിക്കണം, നമ്മൾ ഓൾറെഡി ഇങ്ങനെയുള്ള ന്യൂസുകൾ പുറത്ത് കൊണ്ടുവരലുണ്ട്. പക്ഷേ എങ്കിലും എനിക്കിതിന് പ്രോത്സാഹനമായി മാറിയത് ആനന്ദേട്ടൻ എന്ന അദ്ദേഹവുമായിട്ട് ഞാനന്ന് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും മുമ്പ് ഇങ്ങോട്ട് കടന്നു വരുന്ന അവസ്ഥയും ഞാൻ കണ്ടു. അപ്പോൾ അദ്ദേഹത്തായിട്ട് എൻ്റെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ നടത്തി. അപ്പോൾ ഒത്തിരി മാറ്റങ്ങളായിട്ട് ഞാൻ പറഞ്ഞത്, ഞാൻ ഒരു 50% ആണ് അദ്ദേഹത്തോട് ചോദിച്ചത്. അപ്പോൾ അദ്ദേഹം തിരിച്ചെന്നോട് പറഞ്ഞത് എനിക്ക് 80% ഞാൻ പറയുന്നത്. അപ്പോൾ 80% അദ്ദേഹത്തിൻ്റെ ആ ഒരു അവസ്ഥക്ക് മാറ്റം വരുത്താൻ ഇങ്ങനെ ഒരു സ്ഥാപനത്തിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരുപാട് സേവനങ്ങൾ ആവശ്യപ്പെടുന്ന തേടിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ടാവും നമുക്ക് ഒക്കെ ഇടയിൽ. അപ്പോൾ അത്ര ആളുകൾക്ക് ഉപകാരപ്രദമാകട്ടെ എന്നൊക്കെയാണ് ഈ ഒരു വീഡിയോയ്ക്ക് എനിക്ക് പ്രചോദനം. ഡോക്ടർക്ക് ഇനി അതുമായി ബന്ധപ്പെട്ട ക്യാമ്പുമായി ബന്ധപ്പെട്ട പ്രത്യേകിച്ച് ഒന്നും പറയാനുണ്ടോ? നമ്മളിപ്പോ ക്യാമ്പിൽ കാര്യമായിട്ട് ഫോക്കസ് ചെയ്യുന്നതും ഈ ഒരു കാൽമുട്ട് വേദന, ഊരുവേദന, പിന്നെ അതുപോലെ ഫ്രോസൺ ഷോൾഡർ, അങ്ങനത്തെ ഇഷ്യൂസ് ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. കാലിന് ഉപ്പിറ്റ് വേദന, അങ്ങനെ എല്ലാ തരം വേദനകളും, ജോയിന്റ് പെയിൻസ് ആണ് നമ്മൾ കാര്യമായിട്ട് ഈ ക്യാമ്പിൽ ഫോക്കസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ നമ്മളതിന് മെഡിസിനും കൊടുക്കും, അതോടുകൂടെ നമ്മളതായ ട്രീറ്റ്മെന്റും കൊടുത്തിട്ടാണ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി വിചാരിക്കുന്നത്. കൂടെ ആയുർവേദ ഡോക്ടേഴ്സ് ഉണ്ടാവും. നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ നമ്മൾ മാക്സിമം എല്ലാം കൊടുക്കാൻ അന്ന് ആ ഒരു ക്യാമ്പ് അറ്റൻഡ് ചെയ്യുന്ന ആളുകൾക്ക് അത്തരം കാര്യങ്ങളൊക്കെ ഒന്നില്ലെങ്കിൽ വ്യക്തമായ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടെങ്കിൽ അവർക്ക് പോകാം. അതിലേക്ക് നല്ലൊരു വഴി റൂട്ടാണല്ലോ. തുടർന്ന് ട്രീറ്റ്മെന്റ് ആവശ്യമുള്ളവർ കണ്ടിന്യൂ ചെയ്ത് പോകാനുള്ള സാഹചര്യം ഉണ്ടാവും. അപ്പോൾ തീരാവുന്ന പ്രശ്നങ്ങളാണെങ്കിൽ അങ്ങനെയും സാധിക്കും. ഓക്കെ. അപ്പോൾ താങ്ക് യു ഡോക്ടർ. അത്യാവശ്യം വിവരം തന്നു, രണ്ടുപേരും കൂടി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, താങ്ക് യു. അപ്പോൾ പ്രിയമുള്ളവരെ, എൻ്റെ തൊട്ട മുമ്പിലായിട്ട് സുബൈർ ഖാസിം, അദ്ദേഹം തിരൂരാണല്ലേ? അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ പങ്കുവെക്കുന്ന കൂട്ടത്തിൽ നിർബന്ധമായിട്ടും നമ്മൾ പരിചയപ്പെടേണ്ട ഒരാളും അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ ഈ ഒരു സ്ഥാപനമായിട്ട്, ഈ ഒരു ക്ലിനിക്കുമായിട്ട് നമ്മോട് പങ്കുവെക്കാനുണ്ട്. ഒരുപക്ഷെ മാന്യ പ്രേക്ഷകർക്ക് അത് ഒത്തിരി ഉപകാരപ്രദമാകും എന്നൊരു തിരിച്ചറിവ് തന്നെയാണ് സുബൈർ ഖാസിം ഭായി ആയിട്ട് ഒരല്പ നേരം അദ്ദേഹത്തിന് ചില അനുഭവങ്ങൾ പങ്കുവെക്കാം. അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് കടന്നു വരാനുള്ള ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ആദ്യത്തെ പലതരം അനുഭവങ്ങളും ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ഉസ്താദിനായിട്ട് ബന്ധപ്പെടേണ്ട കാര്യം ഉണ്ടായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഴ്ചയാണ് എൻ്റെ ഇവിടെ എത്തിച്ചത് എന്ന് പറയാം. അതായത് ഇടയ്ക്കിടയ്ക്ക് വീഴുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായമായി ഏകദേശം എനിക്ക്. അപ്പോൾ റിട്ടയർമെന്റ് ലൈഫിൽ ഞാൻ ഇരിക്കുമ്പോൾ പലതരം ചോയ്സുകളുണ്ട്, കോഴിവളത്തിൽ ഇതൊക്കെ ആയിട്ട് അങ്ങനെ ആകുമ്പോൾ അതിനോടനുബന്ധിച്ച് 2-3 പ്രാവശ്യം വീഴുകയും ചെയ്തു. അപ്പോൾ അതിന് ഒരു നടക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അപ്പോൾ അത് 1-2 പ്രാവശ്യം ഇവിടെ വന്നപ്പോഴത്തേക്ക് ചെറിയ രൂപത്തിലേക്ക് തന്നിട്ട് പിന്നെ പോവുകയും തിരിച്ചു പോവുകയും ചെയ്തു. വീണ്ടും ഒരിക്കൽ വീണപ്പം പിന്നെ നമ്മുടെ നേരെ ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടുന്ന് എക്സ്റേ ഒക്കെ എടുത്തപ്പോൾ എല്ലിന് കുഴപ്പമൊന്നുമില്ല, ഞരമ്പിനുള്ളിൽ എന്തൊക്കെയോ ഫാറ്റുകൾ കൂടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ആ ഒരു റിലീഫിന് വേണ്ടി ഞാൻ ഇവിടെ തിരെ നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞാൻ ഇവിടെ വരുന്നത്, ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ വന്നപ്പോഴത്തേക്ക് മകനും ഇവരെ കൂടെ കൂട്ടിയിട്ട് എന്നെ കൊണ്ടുവന്നത്. ഇവിടെ വന്നിട്ട് ആദ്യത്തെ ദിവസം വല്ലാണ്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. എന്ന് വെച്ചാൽ അതിന്റെ ഫീഡ്ബാക്ക് മര്യാദക്ക് കിട്ടാത്തതുകൊണ്ട് പിറ്റത്തെ ദിവസവും ആണ് എനിക്ക് പിറ്റേ ദിവസം മുതൽ എനിക്ക് വളരെ വേദനയെന്നും അതുപോലെ നടക്കാനുള്ള സൗകര്യങ്ങളൊക്കെ വളരെ വളരെ വൃത്തിയായിട്ട് കണ്ടു. അപ്പൊ പിന്നെ ഇപ്പൊ ഇവിടെ ബാക്കി ഒരു കോഴ്സ് എന്നുള്ള നിലക്ക് അതുകൊണ്ട് പൂർത്തിയാക്കിയിട്ട് പോവാം എന്നുള്ള നിലക്കാണ് ഞാൻ ഇപ്പോൾ കുറച്ചു കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ 8-9 ദിവസമായി. മുമ്പൊരു 2 ദിവസം കൊണ്ട് പോവാം. ഇവിടെ ഏത് സ്ഥലത്ത് നമുക്ക് ഹോസ്പിറ്റലിൽ കിടക്കാൻ മടിക്കുന്ന ഒരാളാണ് എന്തായാലും. അപ്പൊ അത് വൃത്തിയായിട്ട് ചെയ്ത് തോന്നിയപ്പോൾ എനിക്ക് പിന്നെ എനിക്ക് തന്നെ തോന്നിയത് ആത്മാർത്ഥ ഇത് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് പോകാന്നുള്ള ധാരണ ഞാൻ ഇവിടെ ഇരുന്നത്. ഇപ്പൊ ഞാൻ വളരെ ഹാപ്പിയാണ്. രാവിലെ വൈകുന്നേരമൊക്കെ എണീറ്റ് നടക്കുകയാണ്. ഏകദേശം ഒരു ചുറ്റുഭാഗത്ത് നടന്നിട്ട് 1 കിലോമീറ്റർ കണക്ക് കൂട്ടിയിട്ടാണ് ഞാൻ ഇവിടെ നടക്കുന്നത്. വളരെ ബുദ്ധിമുട്ടായിരുന്നു. വളരെ ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് 2 പ്രാവശ്യം ഈ കുഴപ്പമുണ്ടായിട്ട് പിന്നെ ഗവൺമെന്റ് ഡോക്ടർക്ക് പോയിട്ട് കാണിക്കുകയും ഇതൊക്കെ ചെയ്തിരുന്നു. പക്ഷെ വീട്ടില് 2ാമത്തെ പ്രാവശ്യം കാലിന് നീര് കെട്ടി ഫ്രീസായി കാല്. ശേഷം തീരെ നടക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ വന്നിട്ട് ഞാൻ അല്ലെങ്കിൽ അവിടെ പോയി കിടക്കൂല. ഇവിടെ അതിന് പിന്നെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് കിടന്നു. പിന്നെ നടക്കാൻ പറ്റാത്ത ആ ഒരു അവസ്ഥ അതിന് ഒരു 2 ദിവസം കൊണ്ട് എനിക്ക് അതിന് റിലീഫായി. ഞാൻ കുറേശ്ശെ നടന്നു. പിന്നെ ഇപ്പം വളരെ വൃത്തിയായിട്ട് പിന്നെ ബാക്കി വളരെ വൃത്തിയായിട്ട് നടക്കുന്നുണ്ടോ എനിക്കതൊരു വലിയൊരു അത്ഭുതമായിട്ട് തോന്നി. കാരണം 2 ദിവസമായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് മരുന്ന് കഴിച്ചിരുന്നു. അതിനേക്കാളും വളരെ വൃത്തിയായിട്ടുണ്ട്. ഇപ്പം പൊതുവെ ആയുർവേദം പച്ചമരുന്നൊക്കെ പറയുമ്പോൾ അത് വളരെ കുറഞ്ഞ സമയം കൊണ്ട്
തീരാവുന്ന പ്രശ്നമല്ല. അത് ലോങ് ടൈം ഈ ചികിത്സ നടത്തിയാൽ അതിന് പ്രതിഫലം കിട്ടും. പൊതുവെ ധാരണ എന്താ പറയാ, രണ്ട് ചികിത്സന്റെ വ്യത്യാസം വെച്ച് നോക്കുമ്പോൾ അതിന്റെ വേരടക്കം പിഴുതെറിയണം, എന്നാലും ആ മരം പിന്നീട് മുളക്കാതിരിക്കുള്ളൂ. ആയുർവേദത്തിലാകുമ്പോൾ അതിന്റെ കാരണങ്ങൾ അപ്പൊ ആ ഒരു സൈഡ് എഫക്ട് ഇല്ലാത്ത ഒരു മരുന്ന് എന്നുള്ള ധാരണയും കൂടി ഉണ്ട്. മാനസികമായിട്ട് നമ്മളോട് അതിനോട് അടുപ്പുണ്ടെങ്കിൽ മാത്രമേ ഇത് മാറുള്ളൂ എന്നുള്ള ധാരണ എനിക്കില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ കൂടുതൽ. തീർച്ചയായിട്ടും ഗുരുക്കളെ നിങ്ങൾക്ക് മുമ്പ് 1-2 പ്രാവശ്യങ്ങൾ അനുഭവങ്ങളുണ്ട്. അപ്പൊ ആ ഒരു അങ്ങനെ ഒരു വിശ്വാസം നിങ്ങൾക്ക് അതുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളോട് ചേർന്നത്. പിന്നെ സാമ്പത്തികമായിട്ട് ഇവർക്ക് അതൊരു പ്രതിഫലം മേടിക്കുന്ന കാര്യത്തിൽ വളരെ പിന്നോട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്റെ അനുഭവത്തിന് അങ്ങനെയാണ്. പല സമയത്തും എനിക്ക് അനുഭവം ഉണ്ട്. പിന്നെ മറ്റുള്ളവർ ഇവിടെ ഇപ്പൊ പഴയ പേഴ്സൺസ് ഇവിടെ വരുന്നുണ്ട്. അപ്പോഴൊക്കെ ചെയ്യുന്നതൊക്കെ നമുക്ക് പിന്നെ ഒരാളെ അഭിപ്രായം പറയേണ്ട കാര്യമില്ല. വളരെ ആ കാര്യത്തിൽ ചികിത്സക്ക് കാശ് വേണ്ട എന്നുള്ള ഒരു വിധത്തിലൊക്കെയാണ് മൂപ്പരെ പെരുമാറ്റങ്ങളൊക്കെ. അതൊക്കെ ഒരു വല്ലാണ്ട് ഒരു മാനസികമായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു തരം ഇതാണ്. പക്ഷെ ഇവിടത്തൊക്കെ ഞാൻ പറയുമ്പോൾ ഇവിടെ ഒരു പരസ്യമില്ല, എവിടെയും ആരും കാണിക്കാറില്ല, ഒരു ബോർഡ് പോലും വെക്കാറില്ല. അങ്ങനെയൊക്കെ ഉള്ള ഒരു മനുഷ്യൻ ഒരു പിന്നെ നമ്മളാരെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് വേണപ്പോ അറിയാൻ എനിക്ക് വേണ്ടി തോന്നിയിട്ടുണ്ട്. അതായത് മൊത്തം ഇത് പബ്ലിക്കായിട്ട് ഇത് ആവണമെങ്കിൽ പബ്ലിക്കിന് ഒരു നമ്മൾ സംസാരിച്ച് നമ്മളൊരു 4 ആളോട് പറഞ്ഞ് അവർ 4 ആളോട് പറഞ്ഞിട്ട് അറിയിക്കാന്നല്ലാണ്ട് മൂപ്പരഭാഗമായിട്ടുള്ള ഒരു ഇതിനെപ്പറ്റി യാതൊരു ബോധവും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. കാരണം എനിക്കൊരു പരസ്യം വേണമെന്നോ എനിക്കൊരു പ്രോപ്പറർ ആവണമെന്നോ ഇപ്പൊ ഈ അവസാന കാലത്ത് എന്ത് ചെയ്യാനൊക്കെ മൂപ്പര ആ ചോദ്യങ്ങളൊക്കെ. അല്ല തീർച്ചയായിട്ടും അദ്ദേഹം ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ഇതൊക്കെ പരസ്പരം നമുക്ക് നന്നായിട്ട് വ്യക്തിബന്ധമുള്ള. ഞാൻ പറയട്ടെ, പലപ്പോഴും ഞാനൊരു കണ്ടന്റ് തേടിക്കാണ്ട് ഇങ്ങനെ എപ്പോഴാ ഞാൻ പറയട്ടെ, ഞാൻ ഇപ്പൊ എന്റെ അനുഭവം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പൊ ഞാൻ താമസിക്കുന്നതിന്റെ അപ്പുറത്ത് തന്നെ ഒരു പാർട്ടി വന്നിട്ട് താമസിക്കാൻ വന്നു. അവർ വരുമ്പോ അവരെ ഓട്ടോറിക്ഷയിൽ കൊണ്ടുവന്നിട്ട് വീൽ ചെയറിൽ കയറ്റിയിരുത്തിട്ട് ആള് താങ്ങിയിട്ടാണ് കട്ടിലേക്ക് എടുത്തു വെച്ചത്. എന്ന് ആളെ 10-15 മിനിറ്റ് ഒന്ന് വന്ന് നോക്കിയിട്ട് ഇവർക്കൊന്ന് നോക്കിയിട്ട് ഒരു ഞെക്കൽ അവിടെ ഇവിടെ പിടിച്ച് ഞെക്കി അങ്ങോട്ട് എന്തോ ചെയ്തൊരു പണി കഴിഞ്ഞിട്ട് നിങ്ങൾ നെറ്റ് നടക്കും ബാത്റൂമിൽ പോയിക്കോളിന്ന്. ആ കുട്ടി ഇപ്പോൾ ഇവിടെ നടക്കുക. അതിന് പിറ്റേ ദിവസം പോലെ ഒട്ടുകൂടെ നടക്കാൻ തുടങ്ങി. ഒരു 2 അടി 3 അടിക്കാണെങ്കിലും കുറച്ചൊക്കെ നടന്നു. പിന്നെ ഇപ്പൊ മുറ്റത്ത് ഇറങ്ങി നടന്നു വളരെ ഇപ്പൊ അവര് പോവാ ഡിസ്ചാർജായിട്ട്. ഞാനിവിടെ കിടക്കുന്ന ഈ കോഴ്സ് വൃത്തിയാക്കൊണ്ട് കിടക്കുകയാണ്. അവർക്ക് സംഗതി ശരിയായി വൃത്തിയായി. ഇനിയിപ്പം കുഴപ്പമില്ല, ബാക്കി തൈലവും മരുന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊണ്ടുപോകാൻ നടക്കാൻ പോവാന്നുള്ളതാണ്. അവർ പോവാ ഡിസ്ചാർജായിട്ട്. അപ്പൊ അതുപോലെ ഇപ്പൊ ഇന്നലെ ഞാൻ കൊണ്ടൊരു കുട്ടീനെ കൊടുക്കുന്ന ഒരു 10-18 വയസ്സ് ഒരു ആൺകുട്ടിയാണ്. അവർ പാരന്റ്സ് ഒക്കെ അങ്ങോട്ട് ഗൾഫിലങ്ങോട്ടാണ്. അവർ കൂടി തിരിച്ചു വന്നപ്പോൾ കുട്ടീനെ വിട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്നാണ്. ഇന്നലെ അവരിവിടെ റൂമൊക്കെ എടുത്ത് അവര് സെറ്റായി വന്നതാണ്, അറേഞ്ച് ചെയ്ത് വന്നാണ് താമസിക്കാനൊക്കെ ആയിട്ട്. അപ്പം ഇവിടെ വന്നിട്ട് ഇവരെ പിടിച്ചിട്ടൊന്ന് അവിടെ ഇവിടെ ഒന്ന് ഒഴിഞ്ഞിട്ട് എന്തോ ചെയ്യുന്നതിനിടക്ക് ഒന്ന് കുടഞ്ഞു ഇത്രേ. അതിന്റെ ആ രൂപത്തിൽ അറിയുന്ന ഗുരുക്കന്മാർക്ക് അങ്ങനെയാണ്. അപ്പൊ അതിന്റെ പേരിൽ അവര് ചെയ്തപ്പോഴത്തേക്ക് എന്നാ പൊക്കോളെ ശരിയായി പറഞ്ഞു. അത് വളരെ ഫ്രീ ആയി കുട്ടി കൈകാലം പൊന്തിക്കണം എന്തൊക്കെയോ ചെയ്യണം. അവര് പിന്നെ ഇവിടെ താമസിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ കഴിഞ്ഞാൽ പൊക്കോളി. സാധാരണ ഡോക്ടേഴ്സ് ഒക്കെ ആണെങ്കിൽ എങ്ങനെ നിങ്ങളോട് കിടക്കുന്ന നമുക്ക് ആലോചിക്കാം, അങ്ങനെയൊക്കെയല്ലേ പറയാം. ഒരു പ്രതിഫലത്തിന്റെ കൂടുതൽ ആവശ്യം മനസ്സിന് തോന്നിയിട്ടില്ല. അങ്ങനെ അതൊരു ന്യൂനതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും നിങ്ങളെ ആ ഒരു കാഴ്ചപ്പാട് തന്നെയാണ് എനിക്ക് പൊതുസമൂഹത്തിന് ഉപകാരം. ഇങ്ങനെ പ്രശ്നങ്ങൾ കണ്ട് ഇടങ്ങറാകുന്ന ആളുകളുണ്ടാവും. പലർക്കും പല ട്രീറ്റ്മെന്റ് ആണ്, പല അസുഖത്തിനും പല ആളുകളുടെ അടുത്ത് നിന്നാണ് അതിനെ എന്ത് ചെയ്യല് ആ ഒരു അവസ്ഥയിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നത്. അപ്പോ ഗുരുക്കളുടെ അടുത്ത് വന്ന് അല്ലെങ്കിൽ ഈ ഒരു സ്ഥാപനത്തിൽ വന്ന് ഈ ക്ലിനിക്കിൽ വന്നിട്ട് സുഖപ്പെടേണ്ട കാര്യങ്ങളാണെങ്കിൽ ഏതെങ്കിലും ഒരാൾ പ്രയാസപ്പെട്ട് നിൽക്കുന്ന ആളുകളെ ആ ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നിങ്ങളുടെ സംസാരം എന്റെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന ഉപകാരപ്രദമാണെങ്കിൽ നമ്മളൊക്കെ അങ്ങനെയാണല്ലോ ജീവിതം. നമുക്ക് പല പല നന്മകളും സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ പറ്റും. പണം കൊണ്ട് മാത്രമല്ല, ആരോഗ്യം കൊണ്ട് ചെയ്യാൻ സാധിക്കും, നമ്മുടെ സംസാരം കൊണ്ട് ചെയ്യാൻ സാധിക്കും, നമ്മുടെ അറിവുകളെ കൊണ്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഒത്തിരി കാര്യങ്ങളെ കൊണ്ട് നമുക്ക് നല്ല ചിന്തകളെ കൊണ്ട് പോലും പൊതുസമൂഹത്തിന് ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന്. അപ്പൊ എന്തായാലും നിങ്ങളുമായിട്ട് സംസാരിച്ച കുരുക്കൾക്ക് മാത്രമല്ല, കുരുക്കൾക്ക് ഒരു ഉപകാരം കിട്ടുന്നതല്ല, അതിനേക്കാൾ കൂടുതൽ കുറെ അറിയപ്പെടാതെ കിടക്കുന്ന ആൾക്കാരുണ്ട്. ഈ കുരുക്കളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇപ്പൊ ഇവരൊക്കെ അറിഞ്ഞിട്ട് വരുന്ന. അതുപോലെ ഇപ്പൊ ഞാനിപ്പോ എന്റെ മദറിന്റെ അനിയത്തി ഇവിടെ വന്നപ്പോ എന്നെ കാണാൻ വന്നപ്പോ ഒരു പെയിൻ ഉണ്ട്, കുറെ കാലമായിട്ടുള്ള അനുഭവമാണ് എന്ന് പറഞ്ഞിട്ട് വന്നപ്പോഴത്തേക്ക് അവർ 2 ദിവസം മുമ്പ് വന്നു. ഇവർക്ക് എന്തൊക്കെ പിടിച്ചൊരു മരുന്ന് കൊടുത്താക്കിയിട്ട് ഞെക്കി പിടിച്ച് വിഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വിളിച്ച് ചോദിച്ചു ഫീഡ്ബാക്ക് എങ്ങനെയുണ്ട്, സുഖം. അപ്പൊ എനിക്ക് ശരിക്കും നിസ്കരിക്കാൻ പറ്റുന്നുണ്ട്, അങ്ങനെയുള്ള ഇതാണ്. അത് 1 ദിവസം കൊണ്ട് അവർ പിടിച്ച് ഞെക്കി വിട്ടു പറഞ്ഞു. അതിനത്ര കണക്ക്. പക്ഷെ അവരെ നല്ലൊരു ഫീഡ്ബാക്ക് അവർക്ക് കിട്ടി. അപ്പൊ എന്നതുപോലെ ഈ വിവരങ്ങൾ പലരും ഈ വാർദ്ധസായിട്ട് പറഞ്ഞാൽ ഏജ് ഓവറായിട്ട് സുഖമായിട്ട് കിടക്കല്ല, അല്ലാതെ തന്നെ ചിലർക്ക് ചില വേദനകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ശരീരത്തിൽ ഇരിക്കാൻ വയ്യ, ഇരിക്കുമ്പോൾ എഴുന്നേക്കുമ്പോൾ പ്രയാസം എന്നൊക്കെ പറഞ്ഞ കുറെ ആൾക്കാർക്കൊക്കെ ഇത് അറിയുകയാണെങ്കിൽ നല്ലൊരു സൗകര്യമാണ്. എന്തായാലും ഇവിടെ ക്യാമ്പ് വെക്കണം എന്നൊരു തീരുമാനത്തിലേക്ക് ഇപ്പൊ എല്ലാവരും കൂടെ ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു അങ്ങനെ. അടുത്ത മാസം 15-ാം തീയതി ആണെന്നുണ്ട്. അപ്പൊ ആ ക്യാമ്പും കൂടി നമ്മൾ ഇതിലൂടെ ജനങ്ങളെ അറിയിക്കുന്നുണ്ട്. അപ്പൊ അതിൽ എന്താണ് ഈ ഇവിടെ നടക്കുന്ന ഈ ക്ലിനിക്കുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഏകദേശം ഒരു വിവരണം
ആ ക്യാമ്പ് മനസ്സിലാക്കി ഇവിടെ വരുന്ന ആളുകൾക്ക് എങ്ങനെ അറിയുള്ളൂ. അപ്പൊ എന്തായാലും നിങ്ങൾ നല്ല രീതിയിലുള്ള കുറെ വിശദീകരണം തന്നു. നിങ്ങളുടെ ഒത്തിരി ഇങ്ങ് സംസാരിക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ എടുത്ത് അറിയാണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോന്റെ കണ്ടന്റ് ഭാഗമല്ലാത്തത് കൊണ്ട് നമ്മൾ ഈ ചർച്ച ഇവിടെ നമ്മൾ അവസാനിപ്പിക്കണം. അപ്പോൾ ഒരുപാട് നന്ദി. താങ്ക് യു.